SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പ്രസ്താവനകൾ താൻ വഹിക്കുന്ന ഉത്തരവാദിത്വത്തിനും ചുമതലയ്ക്കും നിരക്കുന്നതല്ല ആണോ എന്ന് ചിന്തിക്കണം എന്ന് പറയുകയാണ് CPM ജനറൽ സെക്രട്ടറി MA ബേബി. വെള്ളാപ്പള്ളിയുടെ ചില നിലപാടുകൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ല എന്നുകൂടി MA ബേബി പറഞ്ഞു വയ്ക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ താൻ വഹിക്കുന്ന ഉത്തരവാദിത്വവും ചുമതലയും അത് ശ്രീനാരായണ ഗുരുവിന്റെ നാമധേയത്തിൽ കൂടി പ്രവർത്തിക്കുന്ന SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനമാണ്. ആ സ്ഥാനത്തിന് നിരക്കുന്നതാണോ എന്ന് അദ്ദേഹത്തിന് തന്നെ സംശയം തോന്നേണ്ട തരത്തിലുള്ള ചില അഭിപ്രായ പ്രകടനങ്ങൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ സംരക്ഷിക്കാനോ അദ്ദേഹം പറയുന്ന എല്ലാത്തിനെയും ന്യായീകരിക്കാനോ ഇടതുപക്ഷ ജനാധിപത്യമോ CPM തയ്യാറായിട്ടില്ല. ഒരു പ്രസ്താവന തന്നെ ഇറക്കിക്കൊണ്ട് അദ്ദേഹത്തിന്റെ ചില നിലപാടുകളോട് സഹകരിക്കാൻ ചില നിലപാടുകൾ കണ്ടില്ലെന്ന് നടിക്കാൻ കഴിയില്ല CPM-ന്. ഗോകുൽ കെ വേണുഗോപാലുണ്ട്. ഗോകുൽ, ഒരുപക്ഷെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ വെള്ളാപ്പള്ളിയെ അങ്ങ് ചേർത്ത് പിടിക്കുകയാണ്. നമ്പർ 1 സ്റ്റേറ്റ് കാറിൽ കൂടെ കൊണ്ടുപോകുന്നു. അങ്ങനെ എന്ത് പറഞ്ഞാലും തള്ളിപ്പറയാൻ തയ്യാറാവുന്നില്ല. പക്ഷെ അതിന് ഭിന്നമായ ഒരു നിലപാടാണ്, അല്ലെങ്കിൽ ആദ്യമായി CPIM-ൽ നിന്ന് സമീപകാലത്ത് ഒരു വേറിട്ട ശബ്ദം അത് ദേശീയ ജനറൽ സെക്രട്ടറിയിൽ നിന്ന് തന്നെയാണ് വരുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് എതിരെയാണിപ്പോൾ CPM ജനറൽ സെക്രട്ടറി MA ബേബി ചില വാക്കുകൾ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന ചില പ്രസ്താവനകൾ അദ്ദേഹം വഹിക്കുന്ന ഉത്തരവാദിത്വവും ചുമതലയ്ക്കും നിരക്കുന്നതാണോ എന്ന് ചിന്തിക്കണം എന്ന് MA ബേബി പറയുകയാണ്. വെള്ളാപ്പള്ളിയുടെ ചില നിലപാടുകൾ കണ്ടില്ല എന്ന് നടിക്കാനാവില്ല എന്നുകൂടി MA ബേബി പറയുന്നുണ്ട്. മലപ്പുറത്താണ് അദ്ദേഹം ഇങ്ങനെയൊരു പ്രസ്താവന നടത്തുന്നത്, ഇങ്ങനെയൊരു വാക്കുകൾ അദ്ദേഹത്തിൻ്റെത് വരുന്നത് എന്നുകൂടി ശ്രദ്ധേയമാണ്. മലപ്പുറത്തെക്കുറിച്ചായിരുന്നു ഏറ്റവും വിവാദപരമായ പരാമർശങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ നടത്തുകയും ചെയ്തത്. ഗോകുൽ കെ വേണുഗോപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോകുൽ, പറയൂ. ഇതിന് വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തിനെതിരെ നടത്തിയ ചില പരാമർശങ്ങൾ വളരെ വിവാദമായിരുന്നു. ആ ഘട്ടങ്ങളിലൊക്കെ വെള്ളാപ്പള്ളി നടേശനെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു CPM-ന്റെ നേതാക്കൾ പ്രസ്താവന നടത്തിയതെങ്കിൽ, അഭിപ്രായം പറഞ്ഞതെങ്കിൽ CPM-ന്റെ ജനറൽ സെക്രട്ടറി അതിന് വിരുദ്ധമായ ഒരു പ്രസ്താവന ഇപ്പോൾ നടത്തിയിരിക്കുന്നു. വെള്ളാപ്പള്ളി നടേശൻ താനിരിക്കുന്ന ഉത്തരവാദിത്വത്തിനും ചുമതലയ്ക്കും അനുസരിച്ചുള്ള പ്രസ്താവനകൾ നടത്തണമെന്നാണ് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞിട്ടുള്ളത്. ചില പ്രസ്താവനകളെ ഒരിക്കലും ന്യായീകരിക്കാൻ സാധിക്കുന്നില്ല. ഇതിനെതിരെ നേരത്തെ തന്നെ തങ്ങൾ പ്രസ്താവന ഇറക്കിയിരുന്നു എന്നും MA ബേബി പറയുന്നുണ്ട്. എന്നാൽ CPM-ന്റെ ഭാഗത്തുനിന്ന് അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ നമ്മൾ നേരത്തെ കണ്ടിരുന്നില്ല. വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് മുസ്ലിം ലീഗിനെതിരെയാണ് എന്നും അത് മുസ്ലിങ്ങൾക്കെതിരെ വ്യാഖ്യാനിക്കുകയാണ് എന്നുമായിരുന്നു കഴിഞ്ഞ നാളുകളിലൊക്കെ CPM-ന്റെ നേതാക്കളൊക്കെ പറഞ്ഞത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകളൊക്കെ വളരെ വിവാദമായിരുന്നു. ഈഴവർക്ക് ശുദ്ധമായി ശ്വസിക്കാനോ സ്വന്തമായ അഭിപ്രായം പറയാനോ സാധിക്കാത്തൊരു സാഹചര്യം മലപ്പുറത്തുണ്ട്. മലപ്പുറം ചില ആളുകളുടെ സംസ്ഥാനവും രാജ്യവും ആവുകയാണ്. അവരെ ഭയപ്പെട്ടാണ് ഈഴവരിവിടെ ജീവിക്കുന്നത്. ഒരു വിദ്യാഭ്യാസ സ്ഥാപനം തുടങ്ങാൻ പോലും SNDPക്ക് സാധിക്കുന്നില്ല തുടങ്ങിയ പരാമർശങ്ങളൊക്കെ ആയിരുന്നു നടത്തിയത്. ഇങ്ങനെ പറഞ്ഞ സമയത്ത് അത് മുസ്ലിം ലീഗിനെയാണ് വെള്ളാപ്പള്ളി നടേശൻ പറയുന്നത് എന്നും മറ്റു രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടിയാണ് അത് മുസ്ലിങ്ങൾക്കെതിരെ പറയുന്നത് എന്നുമായിരുന്നു പിണറായി വിജയനും MV ഗോവിന്ദൻ മാസ്റ്റർ അടക്കമുള്ള CPM നേതാക്കളുടെ പ്രതികരണം. അതിന് വിഭിന്നമായി CPM-ന്റെ ജനറൽ സെക്രട്ടറി തന്നെ വെള്ളാപ്പള്ളി നടേശനെതിരെ രംഗത്ത് വരുന്നിരിക്കുന്നു എന്നുള്ളതാണ് ഈ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ വെള്ളാപ്പള്ളി നടേശനെ കാറിൽ കയറ്റിയ വിഷയങ്ങളൊക്കെ വളരെ വിവാദമായിരുന്നു. അതിന് MA ബേബി ഇവിടെ ന്യായീകരിക്കുന്നുണ്ട്. ഏത് കാര്യങ്ങൾക്കെതിരെയാണ് വെള്ളാപ്പള്ളി നടേശനെതിരെ തങ്ങൾ നിലപാടെടുത്തത് എന്ന് MA ബേബി പറയുന്നില്ല. അതായത് കാറിൽ കയറ്റിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വന്ന സമയത്ത് അത് പ്രായമായ മനുഷ്യനാണ്, കയറ്റുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞ് അതിന് ന്യായീകരിക്കുമ്പോഴും വെള്ളാപ്പള്ളി നടേശൻ ചില പ്രസ്താവനകൾ നടത്തരുതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അത് ഏതൊക്കെ കാര്യങ്ങളാണ് എന്ന് MA ബേബി വിശദീകരിക്കാതെയാണ് അദ്ദേഹത്തിനെതിരെ പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹം പറയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളാണ് പറഞ്ഞു വെച്ചത് എന്ന് CPM-ന്റെ ജനറൽ സെക്രട്ടറി MA ബേബി പറയുന്നത്. ശരി ഗോകുൽ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.